السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد. اتقوا الله عباد الله. അബ്ദുല്ലാഹി ബിൻ അംറിൻ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുകയാണ്, ഇന്ന മിൻ അക്ബറിൽ കബായിർ അൻ യൽഅന അർ-റജുലു വാലിദൈഹി. ഖാലൂ യാ റസൂലല്ലാഹ് വകൈഫ യൽഅനു അർ-റജുലു അബവൈഹി? ഖാല യസുബ്ബു അർ-റജുലു അർ-റജുൽ ഫയസുബ്ബു അബാഹു വയസുബ്ബു അർ-റജുലു ഉമ്മഹു ഫയസുബ്ബു ഉമ്മഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്ന മിൻ അക്ബറിൽ കബായിർ, ഏറ്റവും വലിയ തിന്മയാണ്, തിന്മകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ തിന്മയാണ്, അയ്യൽഅന അർ-റജുലു വാലിദൈഹി, ഒരു മനുഷ്യൻ തൻ്റെ മാതാപിതാക്കളെ ചീത്ത പറയുക എന്ന കാര്യം. ഖാലു, സഹാബാക്കൾ റളിയല്ലാഹു അൻഹും ചോദിച്ചു, യാ റസൂലല്ലാഹ് വകൈഫ യൽഅനു അർ-റജുലു അബവൈഹി, എങ്ങനെയാണ് ഒരു മനുഷ്യന് തൻ്റെ മാതാപിതാക്കളെ ചീത്ത പറയാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ, സാധാരണ നിലക്ക് ഒരിക്കലും ചെയ്യാൻ കഴിയില്ല. ഒരു മാതാവിനെയും പിതാവിനെയും ഇഹ്സാൻ ചെയ്യുന്ന, നന്മകൾ ചെയ്തു തരുന്ന ഒരു മാതാവിനെയും പിതാവിനെയും ഒരിക്കലും ചീത്ത പറയുക എന്നുള്ളത് മുഹാലാണ്, അസംഭവ്യമാണ്. അതുകൊണ്ടാണ് സഹാബാക്കൾ ആ രൂപത്തിൽ ചോദിച്ചത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യസുബ്ബു റജുലു റജുൽ, ഒരു മനുഷ്യൻ എന്ത് ചെയ്യും? ചീത്ത പറയും. ഫയസുബ്ബു അബാഹു, എന്നിട്ട് ആ മനുഷ്യൻ എന്ത് ചെയ്യും? ആരെയാണോ ചീത്ത പറഞ്ഞത് ആ മനുഷ്യൻ തിരിച്ച് ചീത്ത പറഞ്ഞ വ്യക്തിയുടെ ഉപ്പാക്ക് എന്ത് ചെയ്യും? പറയും. അതുപോലെ തന്നെ വയസുബ്ബു റജുലു ഉമ്മഹു, ആ മനുഷ്യൻ അവൻ്റെ ഉമ്മാനെ തിരിച്ച് അങ്ങോട്ട് പറയും. അപ്പോൾ ഫയസുബ്ബു ഉമ്മഹു, അവൻ തിരിച്ച് ഇങ്ങോട്ടും അവൻ്റെ ഉമ്മാനെ പറയും. സത്യത്തിൽ നമ്മളെ ഉമ്മാനെ എന്ത് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ നമ്മുടെ ഉപ്പാനെ എന്ത് ചെയ്തിട്ടില്ല? ചീത്ത പറഞ്ഞിട്ടില്ല, ആക്ഷേപിച്ചിട്ടില്ല. പക്ഷേ അതിന് കാരണമായി തീരുന്ന ഒരു പ്രവർത്തനം എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മിൽ നിന്നുണ്ടായിട്ട്, നമുക്ക് ദേഷ്യം പിടിക്കുമ്പോഴാണെങ്കിലും, അതല്ലെങ്കിൽ വേറെ ആളോട് വൈരാഗ്യം ഉണ്ടാകുമ്പോഴാണെങ്കിലും, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവത്തിൻ്റെയൊക്കെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യും? അയാളെ ദേഷ്യത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ കോപത്തിൻ്റെ പേരിലൊക്കെ അയാളെ ചീത്ത പറയുമ്പോൾ, അയാളുടെ ഉമ്മായും ഉപ്പായും ആണ് നമ്മൾ ചീത്ത പറയുന്നത് എങ്കിൽ അത് നമ്മുടെ മാതാപിതാക്കളെ തന്നെ എന്ത് ചെയ്യുന്ന പോലെയാണ്? ശപിക്കുന്നത് പോലെയാണ്, അതിനുള്ള വഴിയൊരുക്കി കൊടുക്കലാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിക്കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് ഏതുപോലെയാണ്? നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ ചീത്ത പറയുന്നത് പോലെയാണ്. ആ തിന്മ എന്ന് പറയുന്നത് ഏറ്റവും വലിയ തിന്മകളുടെ കൂട്ടത്തിൽ പെട്ടതാണ് എന്നുമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിലൂടെ പഠിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് നമ്മുടെ ദേഷ്യമാവട്ടെ, നമ്മുടെ കോപമാവട്ടെ, നമ്മളോട് മറ്റൊരാളോടുള്ള വൈരാഗ്യമാവട്ടെ, അതൊന്നും നമ്മുടെ വാക്കുകൾ മോശമാക്കാൻ, അതായത് നമ്മുടെ സംസാരം മോശമാക്കാൻ എന്ത് ചെയ്യരുത്? അതൊന്നും കാരണമായി തീരരുത് എന്ന് കൂടെ സൂചിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.